സോ ഹേ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മൂന്നാർ ടു വട്ടവട റോഡ് ട്രിപ്പാണ്. ഇതാണ് വട്ടവട ഗ്രാമം. ഇതാണ് വട്ടവട കേരള എൻട്രൻസ്. 300 രൂപ. ഇതാണ് നമ്മുടെ ടെന്റ്. പ്രൈവറ്റ് വാട്ടർഫാൾ. ഗൈസ് വി ആർ ഗോയിങ് ഓൺ എ ഹൈക്ക്. പാറയുടെ ഇടയിൽ കൂടെ കയറി സാധനം കൊള്ളാം. ചലഞ്ചിങ് ടാസ്ക് ആണ്. നല്ല അടിപൊളി പോകുന്നു. ടാറ്റ. സ്ട്രോബെറി കിട്ടിയിരിക്കുകയാണ്. ക്യാരറ്റിന്റെ വിത്തൊക്കെ ഇട്ടതേ ഉള്ളൂ. നല്ല ചൂട് ഇത് കിടുന്ന കോളമുണ്ട്, കാണിച്ചു തരാം. 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. മണി 8:30 ആയി. നല്ല മഴയും തണുപ്പും ആയതുകൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. അവിടെ താഴെ ഒരു നദിയൊക്കെ ഒഴുകുന്നുണ്ട്. ഇവിടെ ഫുള്ള് മരങ്ങളാണ്. രാത്രിയൊക്കെ നല്ല കിടിലൻ തണുപ്പായിരുന്നു. ഇവിടെ മഞ്ഞൊക്കെ ഉണ്ട്, മഞ്ഞുണ്ട്, മഴയുണ്ട്. നേരെ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. മുകളിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയി ഫുഡ് കഴിക്കും. ഗൈസ് രാവിലെ ദോശയാണ് പറഞ്ഞ, പ്ലെയിൻ ദോശ ചമ്മന്തി. ഏഡൻ ഹോം സ്റ്റേന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഗൈസ് അങ്ങനെ രാവിലെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. 300 രൂപ, 4 ദോശ, 3 ചായ, എല്ലാം കൂടെ 300 റുപ്പീസ് ആയി. നമ്മൾ ഓഫ് ടു വട്ടവട. ഗൈസ് അങ്ങനെ നമ്മൾ മൂന്നാറിലെ സ്റ്റേയിൽ നിന്ന് വിട വാങ്ങുകയാണ്. 45 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് വട്ടവട. ഏകദേശം 1.5 മണിക്കൂർ എടുക്കുമെന്നാണ് പറയണത്. രാവിലെ വണ്ടിയിലെല്ലാം സെറ്റ് ചെയ്യാണ്. ഓക്കെ ഗൈസ്, നീ എവിടെയെങ്കിലും വെച്ച് കാണാം. ബൈ ഗൈസ്. നമ്മളങ്ങനെ മൂന്നാറിൽ നിന്ന് കുറച്ചൊരു 10 കിലോമീറ്റർ മുന്നോട്ട് വന്നു. ഒരു കിടിലം വ്യൂ ഉള്ള സ്ഥലം കണ്ട് അങ്ങനെ നിർത്തിയതാണ്. കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ ഒരു ഗ്രാമം, നല്ല രസമുണ്ട്. തട്ടുതട്ടായിട്ട് ഗ്രാമമൊക്കെ ഇരിക്കുന്നതാണ്. അങ്ങോട്ടൊക്കെ വേറെ ഒരുപാട് മലകൾ. ഇവിടെ നല്ല റോഡ്. ഇവിടെ നമ്മൾ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. കണ്ട അനൂപതം അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു വണ്ടിയിൽ. ഇനി ഇവിടെ നിന്ന് ഒരു 10-30 കിലോമീറ്ററോളം ഉണ്ട്. മണി ഇപ്പം 10 ആയി. 11:30 ആകുമ്പോൾ ഇവിടെ എത്തുമെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഈ മൂന്നാർ ടു വട്ടവട റോഡ്. അടിപൊളി റോഡ്. വ്യൂ തന്നെ അടിപൊളി. എവിടെ നിന്ന് നോക്കിയാലും കിടിലം വ്യൂ. നമ്മളിങ്ങോട്ട് വന്ന് റിപ്പിൾ ടീയുടെ ടീ ഫാക്ടറി ഒക്കെ കണ്ട്. അത് നല്ല രസമുണ്ട്. അവിടെ ഒരു ടീ ഫാക്ടറി വിസിറ്റ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. നമ്മൾ അതിലൊന്നും കയറില്ല. നമ്മളിനി നേരെ അങ്ങോട്ട് വട്ടവടയിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വട്ടവട എത്തിയിട്ട് കാണാം. ഗായ്സ് ഇതാണ് വട്ടവട കേരള എൻട്രൻസ്. ഇവിടെ നിന്ന് കയറിയിട്ട് അടുത്ത ചെക്ക് പോസ്റ്റ് വരെ വണ്ടിയൊന്നും നിർത്താൻ പാടില്ല. നമ്മൾ പൊക്കിക്കൊണ്ടേ ഇരിക്കണം. 5 കിലോമീറ്റർ ആണ് നമുക്ക് വഴിയിൽ നിർത്താനൊന്നും പാടില്ല. നമ്മൾ കാടിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്തൂടെ വണ്ടി നിർത്താനും പാടില്ല. മറ്റേ ഹോണൊന്നും അടിക്കാതെ വൈൽഡ് ആനിമൽസിനെ ശബ്ദമൊന്നും കേപ്ചർ ചെയ്താക്കാതെയാണ് പോവുക. ഗായ്സ് നമ്മൾ കാടിനകത്ത് കയറി കഴിഞ്ഞു. കാട് കാണിച്ചു തരാം. ഗൈസ് ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. ഗൈസ് ഇത് കഴിഞ്ഞ അടുത്ത യൂക്കാലിപ്സ് വ്യൂ പോയിന്റ് ആണ്. കാണിച്ചു തരാം. രണ്ട് സൈഡ്, അപ്പുറത്ത് യൂക്കാലിപ്സ്, ഇപ്പുറത്ത് യൂക്കാലിപ്സ്. അടിപൊളി. നിർത്താൻ മാത്രം പറ്റൂല, ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് വണ്ടി പോകാൻ മാത്രമേ പറ്റുള്ളൂ. ഗൈസ് നമ്മൾ നമ്മുടെ സ്റ്റേയിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്ഥലം, കൂര. ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരെയും കാണാനില്ലെന്നാണ് പറയണത്. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ വിളിച്ച് ബുക്കൊക്കെ ചെയ്തതാണ്. താഴെ പോയി വിളിച്ചു നോക്കാം. ഗൈസ് ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ഇതുവഴിയൊക്കെ നടന്നു കയറി പോകണം. നമ്മൾ ഇവിടുത്തെ ഒരു ടെന്റ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആരെയും കാണുന്നില്ല. നമുക്ക് നോക്കി നോക്കാം എന്താണ് സംഭവം എന്നൊക്കെ. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ടെന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ടെന്റ്. അവിടെ നിന്ന് ഇറങ്ങി നടന്നാണ് ഇവിടെ വന്ന് ആ സാധനമൊക്കെ കൊണ്ട് ഇവിടെ കൊണ്ട് ലോഡ് ചെയ്ത് എല്ലാവരും തളർന്നിരിക്കുകയാണ്. ടെന്റ് തുറന്ന് കാണിച്ചു തരാം. അറേബ്യൻ ടെന്റ് എന്നാണ് ഇത് പറയപ്പെടുന്നത്. ഇവിടെ 2 സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അത് രണ്ടും ഇങ്ങനെ തുറന്നിട്ടാണ് നമുക്ക് ടെന്റിന്റെ അകത്തോട്ട് പോകാം. ഓക്കെ, ദിസ് ഈസ് ദ ടെന്റ് ഓഫ് ദ ഡേ. ഇവിടെ ഇരിക്കാൻ കസേരകളുണ്ട്. ടെന്റിന്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്. ഇവിടെ സാധനമൊക്കെ കൊണ്ട് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോകാന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നടക്കില്ല. സംഭവം എന്തെന്ന് വെച്ചാൽ വരണ വഴിയൊക്കെ ഭയങ്കര പാട്. ഇനി തിരിച്ച് കയറി പോയിട്ട് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരാനൊക്കെ പാട്. അതുകൊണ്ട് ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു താഴെ നിന്ന് ഹോട്ടലിൽ നിന്ന് പറഞ്ഞാൽ ഫുഡ് ഓർഡർ ചെയ്ത് കൊണ്ടുവരുമെന്ന്. അപ്പോൾ നമ്മൾ 3 മീൽസ് പറഞ്ഞു, മീൻ ഫ്രൈയും പറഞ്ഞു. അതിപ്പോൾ ഇനി കൊണ്ടുവരും. നമുക്കിനി ഫുഡ് വന്നിട്ട് അത് കഴിക്കും. ഇനി വൈകുന്നേരം എന്തൊക്കെയാണ് പരിപാടി? ഇവിടെ തന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ആക്ടിവിറ്റീസ് ഒരു വാട്ടർഫാൾ, പ്രൈവറ്റ് വാട്ടർഫാൾ ഉണ്ട്. അവിടെ നമുക്ക് കുളിക്കാം. അതിന്റെ ട്രക്കിങ്, പിന്നെ ആരോഗ്യവും ഹെൽത്തും എല്ലാം ഉണ്ടെങ്കിൽ ഹൈക്കിങ് പോകും. ഹൈക്കിങ് ഒരു സൺസെറ്റ് ഉണ്ട്. ഏറ്റവും മാമൺ ഇവിടെ നിന്ന് കാണാം. ഒരു മലമേളം ഇവിടെ ഉണ്ട്, കാണിച്ചു. അവിടെ ഒരു പാറ ഉണ്ട്. ആ പാറയിലാണ് ഹൈക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഗൈസ് നമ്മളെ ഫുഡ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഫുഡ് വന്നിട്ട് കാണാം. ഓക്കെ ഗൈസ് അങ്ങനെ 3 മണിയായപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഊണാണ് പറഞ്ഞ, ഊണില്ലായിരുന്നു, ബിരിയാണിയാണ് കിട്ടിയത്. വന്നിട്ടുണ്ടല്ലേ. ഓക്കെ കഴിച്ചു നോക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി എന്തിനാണ് പരിപാടി? നമുക്ക് പ്രോപ്പർട്ടി ഒന്ന് ജസ്റ്റ് കറങ്ങണം. അതിനു മുമ്പ് വിശ്രമിക്കാം. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ. ഇവിടെ സ്പീക്കറൊക്കെ ഉണ്ട്. സ്പീക്കറൊക്കെ അവർ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഗായ്സ് ഇതാണ് നമ്മുടെ ഇവിടെ ഇരുന്നുള്ള വ്യൂ. അവിടെയൊക്കെ ഏതൊക്കെയോ മൗണ്ടൻസ്. അവിടെ കുറേ വീടൊക്കെ ഉണ്ട്. ഗൈസ് വി ആർ ഗോയിങ് ഓൺ എ ഹൈക്ക്.
ഗൈസ് നമ്മളൊരു 10 മീറ്റർ നടന്നപ്പോൾ തന്നെ തളർന്നു. ഇതാണ് വഴി. നമ്മുടെ വഴിയിൽ നിറച്ച ആടൊക്കെയുണ്ട്. ഗൈസ് ദീസ് ആർ ദ ആർട്സ്. ആട് ജീവിതം. ഗൈസ് തന്നു. അപ്പോൾ നമ്മൾ അതുവഴിയൊക്കെയാണ് കയറി വന്നത്. എനിവേ അയ്യ ഗൈസ് യു ആർ ടയേർഡ്. ഇത് അത്രയും മേളിൽ കയറി പോകണം. നോക്കണ്ട അവിടെ അത്രയും കയറി പോകണം. ലെറ്റ്സ് സീ. നമ്മളെ റെസ്റ്റിംഗ് പോയിന്റ് കഴിഞ്ഞു. അടുത്ത വി ആർ ബാക്ക് ടു ദ ഹൈക്ക് അഗൈൻ. ഗൈസ് വി റീച്ച്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. വട്ടവടയുടെ വേറെ മുഖം ഗൈസ്. കാണിച്ചു തരാം. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. കുഴപ്പമുണ്ടോ ബ്രോ? ഗൈസ് ദിസ് ഈസ് ദ സ്പോട്ട്. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും വെർത്ത് ഇറ്റ്. നമ്മുടെ സ്റ്റേ ഇതിന്റെ തൊട്ട് നേരെ താഴെയാണ്. നമ്മൾ വന്ന വഴിയാണത്. അതൊക്കെ അതുവഴിയാണ് വണ്ടി ഓടിച്ച് വന്നത്. എങ്ങനെയുണ്ട്? ഹൗ വാസ് ദ ഹൈക്ക്? ഗൈസ് ഈ ബ്രോയാണ് നമ്മളിവിടെ എത്തിച്ചത്. എൻ്റെ റഫ്നാസ്. താങ്ക് യു ബ്രോ. കാലിക്കറ്റിന് വട്ടവടയിൽ വന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി. ഗൈസ് നമ്മൾ വന്ന വഴികൾ കാണിച്ചു തരാം. ഇതോ അതുവഴി, അതിൻ്റെ ഇടയിൽ കൂടെ ഇതുവഴി കയറി, പാറയുടെ ഇടയിൽ കൂടെ കയറി, ഇതുവഴിയാണെങ്കിൽ കയറി വന്നു. കഷ്ടപ്പെട്ട് വന്നെങ്കിലും അടിപൊളിയാണ്. ഇത് വെച്ച് നോക്കിയാൽ നമുക്ക് പലതും കാണാം. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എന്തെങ്കിലും കണ്ടുകൂടെ? കാണാം. അവിടെ ഉണ്ട് പയ്യന്മാരിക്കും. കാണിച്ചൂടാ വഴിയിൽ. പയ്യന്മാരിക്കുന്നുണ്ടോ ഗൈസ്? കിലോമീറ്ററുകൾ അകലെ ഗൈസ്. ബൈനാക്കുലർ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അതുകൊണ്ട് ആ പയ്യന്മാർ നമ്മളെയാണ് നോക്കുന്നത്. ആക്ച്വലി ആ പയ്യന്മാരിരിക്കണം ദോ അവിടെയാണ്. ഓക്കെ, അതും ഈ ബ്രോയുടെ ബൈനാക്കുലറാണ്. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാ ബ്രോ? ഓൺലൈൻ. സാധനം കൊള്ളാം, അടിപൊളി സാധനം. ഗൈസ് നമ്മൾ സൺസെറ്റ് കാണാനാണ് വന്നത്. സൺസെറ്റ് പോയിട്ട് സണ്ണെ പോലും ഇവിടെ കാണാനില്ല. ഫുള്ള് കാർമേഘമാണ്. അവിടെ എല്ലാം കാർമേഘം. അല്ല മണി 5 6:30 സൺസെറ്റ്. ഇവിടെ കുറച്ചുകൂടെ മുമ്പേ സണ്ണ് സെറ്റ് ആയിരിക്കും. മലയുടെ അപ്പുറത്തായിരിക്കും സണ്ണ് സെറ്റ് ആവുന്നത്. സണ്ണിനെ കാണാൻ കാർമേഘമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ വെയിലില്ല. പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ റെയിൻ കോട്ടൊക്കെ എടുത്തിട്ട് തണുക്കണ്. ഗൈസ് നമ്മൾ പാറയും തിരിച്ച് താഴെ ഇറങ്ങുകയാണ്. ഇതുവഴിയൊക്കെ ഇറങ്ങി വന്നു. എനിക്കിനി ഇതുവഴിയൊക്കെയാണ് പോവാൻ. എങ്ങനെയാണെന്നൊരു പിടിയില്ല. ഓക്കെ, താഴെ എത്തിയിട്ട് ഞാൻ പറയാം. അയ്യോ അവരൊക്കെ അങ്ങ് പോയി. ഗൈസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗൈസ് നമ്മൾ മലയുടെ പകുതി സക്സസ്ഫുൾ ആയി ഇറങ്ങി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി പകുതിയും കൂടെ ഉണ്ട്. പകുതിയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പാട്. ചത്താൽ ഇങ്ങനത്തെ ട്രക്കിങ് നീ പാൻറ് ഉപയോഗിക്കരുത്. ഇതേപോലത്തെ ഫ്ലിപ്പ് ഒന്നും ഇടല്ലേ ഗൈസ്. ട്രക്കിങ്ങിന് പോകുമ്പോൾ അതിന്റേതായ രീതിയിൽ പോവുക ഗൈസ്. കഠിനമായ ട്രക്കിംഗ് എന്ന് വിചാരിച്ചു ഒട്ടും വിചാരിച്ചു. സ്റ്റീപ്പായിട്ടുള്ള ഒരു മല കയറിയതാണ് ഗൈസ്. സ്റ്റീപ്പായിരുന്നു. പോയത് വർത്തായിരുന്നു ഗൈസ്. അടിപൊളി നല്ല കാറ്റ്. വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു വ്യൂ കാണിച്ചു കൊടുക്കും. അപ്പുറത്തെ ഒരു വാലിയിലെ ഒരു ഗ്രാമമാണ്. ഇതൊരു ഗ്രാമമാണ് ഗൈസ്. അപ്പുറത്തെ വേലിയിലെ ഒരു ഗ്രാമം. നമ്മൾ പോയത് ഇതിന്റെ മുകളിലുള്ള മല, മീൻസ് ഇതിന്റെ മുകളിലുള്ള പാറ. ആ പാറയിലാണ് നമ്മൾ കയറിയിരുന്നത്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞു. ഈ മല കണ്ടോ? മലയിൽ നിന്ന് കയറി ഇറങ്ങി നമ്മൾ താഴോട്ട് വന്നു. ദാറ്റ് വാസ് ത്രിൽ. അടിപൊളിയായിരുന്നു. ഈ കൂരയിലുള്ളവരാണ് അവിടെ കയറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് കയറാനും ഇറങ്ങാനും അതിന് വേണ്ടിയുള്ള സെറ്റപ്പ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. വഴിയൊക്കെ ഓൾറെഡി വെട്ടിത്തളിച്ചുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. നമുക്ക് വഴിയൊന്നും കണ്ടുപിടിക്കേണ്ടി ഒന്നുമില്ല. അതിൽ കയറിലൊക്കെ പിടിച്ചിറങ്ങിയാൽ മതി. അവിടെ പിടിച്ചിറങ്ങാൻ ഇതേപോലെ മരങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അതിലൊക്കെ പിടിച്ചിറങ്ങാൻ പറ്റി. ഓക്കെ ഗൈസ്, വി ആർ ബാക്ക് അറ്റ് ദ കൂര. ദിസ് ഈസ് ദ കൂര. അത് തന്നെ ബ്രോ, ഈ കയറൊക്കെ കെട്ടിയത് നിങ്ങൾ തന്നെയായിരുന്നു. ഓ സൂപ്പർ, താങ്ക് യു ഗൈസ്. ദിസ് ഈസ് ദ കൂര. നല്ല രസമുണ്ടല്ലേ കാണാൻ? അടിപൊളി. ഗൈസ് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്ന് ഒരു ചായക്കടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ കൂരയിൽ അവിടെ നിന്ന് ഒരു 100 മീറ്ററിനകത്തേ ഉള്ളൂ ഒരു ചായക്കട. ആ കടയിൽ പോയി ചായ കുടിക്കുന്നതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ചായ മാത്രമുണ്ട്, കോഫിയൊക്കെ കിട്ടും. ഇതിന്റെ താഴെയാണ് വാട്ടർഫാൾ, ചിലന്തിയാർ വാട്ടർഫാൾ. ഓക്കെ, എന്തായാലും ഇതുവരെ വന്നുകൊണ്ട് നമ്മൾ വാട്ടർഫാൾസും കൂടെ കണ്ടിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്തോ പണി നടക്കാൻ തോന്നുന്നു. ഇവിടെ JCB കുറെ മണ്ണും കല്ലൊക്കെ കൊണ്ടിട്ടിരിക്കണം. തിരിച്ചു വരുമ്പോൾ കട കാണും. ഗൈസ് അപ്പോൾ നമ്മുടെ പ്ലാൻ ചേഞ്ച് ചെയ്തു. വാട്ടർഫാൾസും കൂടെ കണ്ടിട്ട് വന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചു. കട എത്രയോ മണി വരെ കാണുമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് നമ്മൾ എത്തുമെന്നാണ് തോന്നുന്നത് അല്ലേ? ഗൈസ് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വന്നപ്പോൾ കുറച്ചുകൂടെ തണുപ്പ്, ക്ലൈമറ്റ് കുറച്ചുകൂടെ അടിപൊളിയായിട്ട്. നമ്മൾ മോളിൽ നിന്നപ്പോൾ ഇത്രയും തണുപ്പില്ലായിരുന്നു. താഴോട്ട് ഇറങ്ങിയപ്പോൾ തണുപ്പ് കൂടി വന്നു. ഇതാണ് വാട്ടർഫാൾസിലോട്ട് പോകുന്ന വഴി. വണ്ടിയൊന്നും വരില്ലല്ലോ ഇതിൽ, നടന്നു വരാൻ മാത്രമേ പറ്റുള്ളൂ. ജീപ്പ് താഴെ വരെ വരും. ഇതുവഴി ജീപ്പൊക്കെ വരുമെന്ന്. പക്ഷേ ഈ വഴി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ. ഒരു ജീപ്പിന് കഷ്ടിച്ച് പോകാനുള്ളതുണ്ട്. പക്ഷേ 2 വണ്ടി പോകില്ല. ഒരു വണ്ടി പോയിട്ടേ മറ്റേ വണ്ടി വരാൻ പറ്റും. ഗൈസ് വാട്ടർഫാൾസിന്റെ അങ്ങോട്ട് പോയ ഒരു തടിയൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. ഈ തടി വഴിയൊക്കെ നടന്നാണ് നമുക്ക് പോകാനുള്ള കുറച്ച് ചലഞ്ചിങ് ടാസ്ക് ആണ്. ഓ മൈ ഗുഡ്നസ്, പക്ഷെ സംഭവം കൊള്ളാം. ഗൈസ് വാട്ടർഫാൾസിലോട്ട് വന്ന വഴിയുള്ള അതുകൊണ്ടാ ഒരു തടി വെട്ടിയിട്ടിട്ടുണ്ട്. ആ തടിയുടെ മണ്ടയിൽ കൂടെ നടന്നു വേണം വരാം. ഗൈസ് നമുക്ക് വെള്ളത്തിന് തണുപ്പുണ്ടാകുന്ന നോക്കാം. വെള്ളം അത്ര ശുദ്ധമായ വെള്ളമൊന്നുമില്ല, കലങ്ങിയ വെള്ളമൊക്കെ. അയ്യോ ഇപ്പോൾ വെള്ളത്തിൽ പോകാൻ ഈ പാലത്തിൽ കൂടെയാണ് നമുക്ക് നടന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് പോകാം.
ഗൈസ് വി ആർ ബാക്ക് അറ്റ് ദ ഷോപ്പ്. നമുക്ക് ഇവിടെ നിന്ന് ചായ പഴംപൊരി ഒക്കെ കഴിക്കാം. ഗൈസ് വി ആർ ട്രാപ്പ്. പഴംപൊരി തിന്നു കഴിച്ചു. ഒന്ന് വിത്തൗട്ടെ ഗൈസ്. അങ്ങനെ ഇവിടെയും പാലില്ല ഗൈസ്. നമ്മളെ ചായ കുടി മോഹം തീർന്നിരിക്കുന്നു. ഇനി നമ്മുടെ സ്റ്റേയിൽ പോയി കട്ടനിട്ട് കുടിക്കാനാണ് നമ്മളെ പ്ലാൻ. ചായയും കിട്ടിയില്ല, പഴംപൊരിയും കിട്ടിയില്ല, ഒന്നും കിട്ടില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ വിഷമമില്ല, രാത്രിത്തെ ബാർബിക്യൂവിൽ തീർക്കാം. ഗൈസ് നമ്മൾ വീണ്ടും നമ്മുടെ കൂരയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേ ആയ കൂര. ബ്രോ നമ്മളെ മല കൊണ്ട് കാണിച്ചതിനും വാട്ടർഫാൾസ് ഒക്കെ കൊണ്ട് കാണിച്ചതിനും താങ്ക് യു ഗൈസ്. നമ്മുടെ ബാർബിക്യൂ സെറ്റാക്കാൻ വേണ്ടി ഇതാ ചിക്കനൊക്കെ റെഡി ആയിക്കൊണ്ട് വന്നിരിക്കുകയാണ്. മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നു. കനൽ അവിടെ സെറ്റ് ആക്കണമെന്ന് ഒരു 10-15 മിനിറ്റിലാവുമെന്നാണ് പറയണത്. എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ ബാർബിക്യൂവും ചപ്പാത്തിയും ചിക്കനും പിന്നെ ഗീ റൈസും ഉണ്ട്. അപ്പൊ നമുക്ക് ബാർബിക്യൂവും ചപ്പാത്തി ഗീ റൈസും എല്ലാം കഴിക്കാം. ഓക്കെ ഗൈസ്. രാത്രിയാകുമ്പോൾ ഈ പറഞ്ഞ പാത്തിലൊക്കെ ലൈറ്റ് ഇട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ട മുകളിൽ കൂടെ പറഞ്ഞ അവിടെയും ലൈറ്റ് ഇട്ട്, ലൈറ്റ് ഇങ്ങനെ താഴെ വരാം. അവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് ഗൈസ്. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സെറ്റായില്ലേ? ഓൾമോസ്റ്റ് മൂരിട്ടുണ്ട് ബ്രോ. കണ്ടില്ലേ ബ്രോ? കുറച്ചുകൂടെ റെഡി ആവുണ്ടല്ലേ? ചില ഭാഗങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട്. കനലായതുകൊണ്ട് എല്ലാം ഒരുപോലെ വേവില്ല. അവിടെ കിടന്നൊക്കെ വേവും. തിരിച്ചും മറിച്ചും ഇട്ട് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം. ഒരേപോലെ ആക്കി എടുക്കാം. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതും ഒരുതരം ലെഗ് പീസാണ്. ടേസ്റ്റ് ചെയ്ത് നോക്ക്. വേവ് ഇത് മതിയോ നോക്കാം. ചൂടായിരിക്കുമല്ലോ. എങ്ങനെയുണ്ട് ടേസ്റ്റർ മിസ്റ്റർ? എങ്ങനെയുണ്ട്? നിങ്ങൾ കഴിച്ചോണ്ടിരിക്കുന്നു. പറ കാര്യം പറ. ടേസ്റ്റ് ചെയ്യാനാണ്. അത് ഇനിയും വേവ് വേണോ? ചൂടുണ്ടോ? ഞാൻ കൈ കഴുകില്ല. ഞാൻ ഒന്ന് കൈ കഴുകിയിട്ട് പോയി കഴിച്ചു നോക്കാം. ഗൈസ് ചിക്കനൊക്കെ നമ്മളെ ചപ്പാത്തിയൊക്കെ വന്നു. ഗൈസ് അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദ ചിക്കൻ. ചൂട് നെയ്ച്ചോറ് ആവി പറക്കണുണ്ടോ ഗൈസ്? ദിസ് ഈസ് നെയ്ച്ചോറ്. തണുപ്പത്ത് ഹോട്ട് നെയ്ച്ചോറ് ഇൻ ദ കോൾഡ്. ചിക്കൻ കറിയാ. ചിക്കൻ കറി. നമ്മുടെ നെയ്ച്ചോറ്, ഒരു സാലഡ് ഉണ്ട്. ഗൈസ് കഴിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ കറി. ചിക്കൻ കറി അടിപൊളി. നല്ല കറക്റ്റ് വേവാണ്. ഗീ റൈസും നമ്മളെ ചിക്കൻ കറിയും കൂടെ കഴിച്ചു നോക്കാം. അതും കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. എല്ലാം കൂടെ അടിപൊളി. ഓക്കെ നമുക്ക് ഫുള്ളൊന്ന് കഴിച്ചിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറേ നേരം പാട്ടൊക്കെ കേട്ടോണ്ടിരുന്ന് തിരിച്ച് നമ്മുടെ ടെൻറ്റിലോട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് രാത്രി ടെൻറ്റിലെ വ്യൂ. ലൈറ്റൊക്കെ അടിപൊളിയാണ്. പുറത്തുള്ള വ്യൂ നാളെ രാവിലെ കാണിച്ചു. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ എക്സ്പ്ലോറിങ് വട്ടവട. നമ്മൾ ഇന്നലെ വട്ടവടയൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. നമ്മുടെ സ്റ്റേയിൽ ഇവിടെയും അവിടെ ഒരു മൗണ്ടൻ ഉണ്ട്. അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തോളൂ. നമുക്ക് രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ബാക്കി വട്ടവടയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ ഉണ്ട്? സുഖം. ഫുഡൊക്കെ കഴിച്ചാ? ഓക്കെ. ഇന്നും മലയോര മണ്ടയിലേക്ക് കയറണം. ആ അവിടെയല്ലേ നമ്മൾ കയറിയാ? അതുകൊണ്ട് അതിന്റെ മേളിലും പുറകെ കയറിട്ടുണ്ടോ? വേറൊരു ഫ്ലാറ്റ് പോലെ പർപ്പസ്. അത് കൊള്ളാല്ലേ? അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ്. പെട്ടി ഒന്ന് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം. ഓക്കെ. അവിടെ വെച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അവരൊക്കെ അവിടെ ഇരിക്കണതാണ്. അവരൊക്കെ കഴിച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ ശകലം ലേറ്റ് ആയി. ഗൈസ് രാവിലെ എന്തൊക്കെയാണ് ഫുഡൊക്കെ? എങ്ങനെയുണ്ടല്ലോ ഞങ്ങള്? അടിപൊളി. അത് ഈ അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു കാടിന്റെ നടുക്ക് ഈ ഒരു സ്റ്റേയിൽ അടിപൊളി. ഞാനും കൂടെ പോയി ഫുഡ് കഴിക്കട്ടെ. സോ ഗൈസ് നമ്മൾ ഇതാ ഇവിടുന്ന് തിരിക്കുകയാണ്. സാധനം എല്ലാം വണ്ടിയിലെടുത്ത് വെച്ച് പോകുന്നു. ടാറ്റ ബൈ. ബൈ. എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. ഇനി എപ്പോഴെങ്കിലും വരുമ്പോ കാണാം. സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം. ഓക്കെ. ഇപ്പൊ ഗൈസ് ഇനി നമുക്ക് വട്ടവട ഗ്രാമത്തിൽ പോയി കാണാം. ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ഇന്ന് സ്റ്റേ ചെയ്യുന്ന പഴത്തോട്ടം വ്യൂ പോയിന്റ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു 4-5 കിലോമീറ്റർ ആണുള്ളത്. പക്ഷേ റോഡ് ഭയങ്കര പാടായിരുന്നു. നമ്മളത് ആ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വ്യൂ പോയിന്റ് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഫുൾ വട്ടവട ഇവിടെ നിന്ന് കാണാം. ഗ്രാമങ്ങളൊക്കെ അതാണ്. കൊച്ചു കൊച്ചു വീടുകളൊക്കെ ഇരിക്കുന്ന കാണാം. അതുകൊണ്ട് അടിപൊളി. അവിടെയൊക്കെ മരങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ ആ ഷേപ്പ്, മുകളിൽ കോട, അടിപൊളി. എല്ലാം കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ ഗൈസ്, അവിടെ ഒരു ചായക്കട ഉണ്ട്. നമ്മൾ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. ചായയിൽ അല്ല കടി വല്ലതും കിട്ടുമെന്ന് നോക്കാം. നല്ല ഉണ്ടോ ബ്രോ? ചായ മാത്രമേ ഉള്ളൂ, കടിയൊന്നുമില്ല. കടിയുണ്ടെന്ന് വാഴക്കപ്പം ഇടാൻ പോണേ ഉള്ളൂ. ഗൈസ് അവിടെ വാഴക്കപ്പത്തിന്റെ പ്രിപ്പറേഷൻ ആണെന്ന് തോന്നുന്നു. കാണാം നല്ല തടിയായിട്ട് പഴമൊക്കെ വെട്ടി വെച്ചിങ്ങനെ കാണാം. ഓക്കെ. ചായ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ചായ കിട്ടി. ചായയൊക്കെ കൊള്ളാം. നല്ല സൂപ്പർ ചായ. നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ചായ കട്ടി നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് ചായക്ക്. ഗൈസ് നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പഴംപൊരി കിട്ടിയത്. നല്ല ചൂട് സാധനം. കഴിച്ചു നോക്കിയില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. ഗൈസ് നമ്മുടെ ആ ചായക്കടയുടെ തൊട്ടടുത്ത് ഒരു കിടിലൻ സ്പോട്ട്. ബെഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാം. ഇവിടെ ഒരു പഴംപൊരിയൊക്കെ കഴിക്കുകയാണ്. ഇവിടെ നിന്ന് താഴോട്ടുള്ള വ്യൂ കാണിച്ചു തരാം. അവിടുത്തെ തട്ട് കൃഷിയൊക്കെ അടിപൊളി.
ഗൈസ് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി തിരിച്ചത് ആ വണ്ടിയിൽ കയറിയാണ്. ഇനി നേരെ വട്ടവട സിറ്റി അല്ല വട്ടവട ഗ്രാമം വില്ലേജ്. ആ വില്ലേജ് എന്ന് പറയുമ്പോൾ താഴെയാണ്, ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആ ഗ്രാമത്തിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവിടെ കണ്ട അതാണ് വട്ടവട ഗ്രാമം, വട്ടവട വില്ലേജ്. അതിനകത്ത് സ്ട്രോബെറി തോട്ടമുണ്ട്, പിന്നെ നമുക്ക് ജാമ് പൈനൊക്കെ. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി താഴെ എക്സ്പ്ലോർ ചെയ്യും. ഗൈസ് നമ്മളങ്ങനെ പഴത്തോട്ടം വ്യൂ പോയിന്റിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ട് റൈറ്റ് എടുത്തു. റൈറ്റിലോട്ടാണ് മൂന്നാർ പോകാനുള്ളത്. അങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഈ വട്ടവട വില്ലേജ് ഒക്കെ. വില്ലേജിനകത്താണ് നമ്മുടെ ഈ സ്ട്രോബെറി തോട്ടമൊക്കെ ഉണ്ട്. നമ്മൾ ഒരിടത്ത് വന്ന് സ്ട്രോബെറി കൃഷിത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. സീസൺ അല്ല, ഓഗസ്റ്റ് ആകുമ്പോഴേ സീസണൊക്കെ ആവുള്ളൂ. ഇവിടെ നട്ടിരിക്കുന്നതാണ്, ഇതൊക്കെയാണ് സ്ട്രോബെറി. കണ്ടോ, സീസണിൽ മാത്രമേ ഇത് പൊടിക്കുകയുള്ളൂ. ഗൈസ് നമുക്കിതാ കുറച്ച് സ്ട്രോബെറി കിട്ടിയിരിക്കുകയാണ് ഇവിടെ. ഇതാണ് ആ ചേച്ചി പറിച്ചു തന്നെയാണ് അല്ലേ. ഇവിടെയാണ് ഓരോ തട്ട് കൃഷി, മേളിൽ ഓരോ തട്ടിൽ ഓരോ സംഭവങ്ങളായിട്ട്. ഇവിടെ സ്ട്രോബെറി, മുകളിൽ ബീൻസ്, അതിൻ്റെ മുകളിൽ വേറെന്തോ ആണ്. ആ സ്ട്രോബെറി ബീൻസൊക്കെ കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്ന എല്ലാം ക്യാബേജ് ആണ്. ക്യാബേജിന്റെ മുകളിലാണ് ക്യാരറ്റ്. എല്ലാത്തിന്റെ കൃഷി ഇപ്പൊ അവർ ഇറക്കിയിട്ടേ ഉള്ളൂ. ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേ എല്ലാം പൊടിക്കുള്ളൂ അവർ പറഞ്ഞത്. ഇപ്പം മനസ്സിലായി. ഓക്കെ, നമ്മുടെ കേബേജ് ഒക്കെ ഇപ്പൊ കൊണ്ട് കൃഷി ഇറക്കി ചെറുതായിട്ട് പൊടിച്ചിരിക്കണൊക്കെ നമുക്ക് കാണാം. അതോ കാണില്ലേ, ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ഏരിയയാണ് ഇത് ഫുള്ള്. അവരാണ് ഇവിടെ ഫുള്ള് കൃഷി ഇറക്കിയിരിക്കുന്നത്. ഏട്ടാ മരത്തക്കാളിയൊക്കെ എവിടെയാടാ? മരത്തക്കാളി സീസൺ അല്ലടാ, അതും ഇവിടെ നട്ടിരിക്കണേ ഉള്ളൂ അല്ലേ? ഇവിടെ നട്ടിരിക്കണേ ഉള്ളൂ. ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ഗുവയുണ്ട്, പയറുണ്ട്, എല്ലാം ഫ്രഷ് ആണ്. നിങ്ങൾക്ക് ഓഗസ്റ്റിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇപ്പൊ ഒന്നും വാങ്ങിക്കാൻ പറ്റൂല, എല്ലാം നട്ട് പിടിപ്പിച്ചിരിക്കണ കാണാൻ പറ്റും. ഓക്കെ, ഇത് സ്ട്രോബെറി ആണ്, കണ്ട പച്ച സ്ട്രോബെറി കാണാം. സ്ട്രോബെറിയുടെ പൂവാണ് അത്, സ്ട്രോബെറി പൂ. ഗായ്സ് ഈ നട്ടിരിക്കുന്ന എല്ലാം ബീൻസ് ആണ്. ഇത് ക്യാരറ്റ് ആണ്. ക്യാരറ്റിന്റെ വിത്തൊക്കെ ഇട്ടതേ ഉള്ളൂ. ചെറുതായിട്ട് പൊടിച്ച് നിൽക്കണ കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് ഇനി വലുതായി ക്യാരറ്റ് ആയിട്ട് വരുന്നത്. അതെന്താണ്? അതും ബീൻസ് ആണ്. പടർന്നു വരുന്ന ബീൻസ് അല്ലേ? ഇവിടെ മാത്രമല്ല, അവിടെ എല്ലാം തട്ട് കൃഷിയൊക്കെ ഉണ്ട്. അതും ഓരോരുത്തരുടെ കൃഷികളാണ് അവിടെ അവിടെയൊക്കെ ഉള്ളത്. വർഷത്തിൽ 3 തവണയാണ് അവര് വിളവെടുപ്പ് നടത്തുന്നത്. ഗൈസ് ദിസ് ഈസ് മരത്തക്കാളി. കഴിച്ചു നോക്കിയാ എങ്ങനെയുണ്ട്? ഇത് കുറച്ചുകൂടെ പഴുക്കുമ്പോൾ നല്ല ചോരവാ കളറാണ്. നമ്മളെ വട്ടവട സ്പെഷ്യൽ ഫാഷൻ ഫ്രൂട്ടാണ് ഇത്. അവിടെ ഇരുന്ന് ഈ മരത്തക്കാളിയും ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉള്ളത്. ഗൈസ് ഇവിടെ വൈന് ജാമ് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കെല്ലാം നോക്കി നോക്കാം. ഗൈസ് ഇതാണ് നല്ല പഴുത്ത മരത്തക്കാളി. ഗൈസ് ഇതാണ് സ്ട്രോബെറി വൈൻ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കിട്ടില്ല സാധനം. പേരയ്ക്ക വൈൻ അല്ലേ? സ്ട്രോബെറി ഇല്ല, പേരക്കാട്ടി കിട്ടലും സ്ട്രോബെറി. വെള്ളമൊക്കെ പറഞ്ഞു. റേറ്റ് എങ്ങനെയൊക്കെ പറഞ്ഞു? 100 രൂപ അല്ലേ സ്ട്രോബെറി ജാം. വേറെ എന്തൊക്കെ ജാമുണ്ടോ? സബർജലി ഉണ്ട്, സ്ട്രോബെറി ജാം ആണോ? ഇവിടെ തണുപ്പുള്ളതുണ്ട്. ഓക്കെ ഗായ്സ്, ദിസ് ഈസ് സ്ട്രോബെറി ജാം. 6 മാസം വരെ വാലിഡിറ്റി ഉള്ള സാധനമാണ്. 450 ഗ്രാമിന് 100 രൂപയാണ് വില. നമുക്കിത് ഒരെണ്ണം മേടിക്കാം. ഗായ്സ് നമ്മുടെ സ്ട്രോബെറി വൈൻ വന്നിട്ടുണ്ട് തന്നെ. അടിപൊളി ഗൈസ്. അങ്ങനെ സ്ട്രോബെറി വൈൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ അമ്മോ, കണ്ണി എന്നൊക്കെ വെള്ളം പറഞ്ഞു. അടിപൊളി സാധനം, സൂപ്പർ. എങ്ങനെയുണ്ട്? തന്നല്ലേ? അടിപൊളിയല്ലേ? ഗൈസ് നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചത് ഇറങ്ങിയപ്പോൾ ചെറിയൊരു മഴ. ഓട്ടൊക്കെ ഉണ്ട്, വിഷയമില്ല. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എല്ലായിടത്തും ഇറങ്ങാൻ പറ്റുമെന്നുള്ളതാണ് മഴ വന്നുള്ള കുഴപ്പം. എന്തായാലും നമുക്ക് പോണ വഴി നോക്കാം. ഗൈസ് നമ്മളിങ്ങനെ വട്ടവട വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാൽ ഫുൾ വട്ടവടയും കാണാം. തട്ട് കൃഷി കാണാം. അവിടെ ഫുള്ള് തട്ട് കൃഷിയാണ്. അവിടെ ഫുള്ള് നമ്മൾ നേരത്തെ കയറി കണ്ട പോലത്തെ സ്ട്രോബെറിയും ബീൻസും ക്യാരറ്റും എല്ലാം ആ തട്ടിൽ ഓരോരുത്തരുടെ കൃഷിയാണ് കാണുന്നത്. ഓ കണ്ടോ, നമ്മുടെ സ്റ്റേയിലോട്ട് പോയത് ആ വില്ലേജിന്റെ ഇടയിൽ കൂടെ ഒക്കെ കയറിയാണ് നമ്മൾ ആ സ്റ്റേയിലോട്ട്. നമ്മൾ കുറച്ച് നേരത്തെ കയറിയ ഫാം താഴെ അങ്ങോട്ടൊക്കെയാണ്. ഫാം വിസിറ്റ് ഒക്കെ ഫ്രീ ആണ്. എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഫാം വിസിറ്റ് ഫ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഗൈസ് ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് എല്ലപ്പട്ടി വ്യൂ ആണ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ എല്ലപ്പട്ടി വ്യൂ പോയിന്റ്. ഗൈസ് നമ്മളങ്ങനെ എല്ലപ്പട്ടി എത്തിയിരിക്കുന്നു. ഒരു കടയിൽ മാഗിയൊക്കെ കഴിക്കാൻ വേണ്ടി കയറിയതാണ്. നമ്മളെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന്. മഴയെന്ന് വെച്ചാൽ കിട്ടില്ല, മഴയും ഹെവി കാറ്റും, കൈയൊക്കെ ചുമ്മാ മരവിക്കുന്നു. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കാണിച്ചു തരാം. ഈ ചായക്കടയുടെ ബാക്കിലുള്ള വ്യൂ ആണ്. അപ്പൊ നമുക്ക് ഈ വ്യൂ ഒക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് മാഗിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പറഞ്ഞത് 3 ചായ 3 മാഗി വിത്ത് എഗ്.
ഓക്കെ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നല്ല ബ്ലോക്ക്, ചിലയിടത്ത് ബ്ലോക്ക് ഇല്ല. ഗൈസ് നമ്മുടെ മാഗിയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ചൂട് ചൂട് മാഗി മുട്ട വിത്ത് വ്യൂ. ഗൈസ് നമുക്ക് മാഗിയും മുട്ടയും കഴിച്ചു നോക്കാം. എന്താ നല്ല ചൂട് ചൂട് മാഗി, നല്ല തണുത്ത അന്തരീക്ഷം, മുട്ട, അടിപൊളി. മൂന്നാർ എല്ലപ്പെട്ടി, തേയിലക്കാട്, മൂന്നാറിലെ തണുത്ത കാറ്റ്, കനത്ത മഴ, ചൂടും മുട്ട മാഗി. നമുക്ക് വന്നപ്പോൾ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വന്നതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഗായ്സ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി, നമ്മുടെ മാഗി എല്ലാം കഴിച്ച് നമ്മൾ ബാക്കി വീണ്ടും പോകാൻ പോവുകയാണ്. ഗായ്സ് അങ്ങനെ നമ്മൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഇരുമ്പ് പാലം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ്. മണി 4:45. നമ്മളിനി എത്ര മണിയാകുമ്പോൾ ഇവിടെ എത്തോടാം? ഇനി ഒരു 100-200 കിലോമീറ്റർ കൂടെ ഉണ്ടല്ലേ? ഷോഗൻ ടയറാണ് ഗൈസ്. മുട്ട ആയതിനാൽ പതുക്കെയാണ് നമ്മൾ പോകുന്നത്. 2-3 ഗിയർ എൻ്റെ അപ്പുറം ഇടാൻ പറ്റുന്നില്ല ഗൈസ്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ടയറും കൊണ്ട് വരിക. ഞാൻ മൂന്നാർ വന്നിട്ട് മാറ്റാന്ന് പറഞ്ഞ ഒന്നാണ് അതിനുമ്പ് തീർന്നു. റോഡും ഫുള്ള് വളവും തിരിവുള്ള റോഡൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ തീരെ പയ്യാണ് വന്നത്. ഫുഡും കൂടെ കഴിച്ചിട്ടാണ് ബാക്കി ജേണി ആരംഭിക്കാൻ. നമ്മളൊരു 12 മണിയൊക്കെ ആകുമ്പോൾ ട്രിവാൻഡ്രം എത്തുമെന്ന് വിചാരിക്കുന്നു. ഗൈസ് പിന്നെ നിങ്ങൾ എല്ലായിടത്തും പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് ഹെൽമെറ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോകണം. ഇവിടെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആള് വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയപ്പം അവരെ ഒരു ഹെൽമെറ്റ് എന്തോ ആരും എടുത്തോണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഈ ഹോട്ടലിലെ ആൾ പറഞ്ഞു ഹെൽമെറ്റ് എടുത്ത് കൈ വെച്ചിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് അകത്ത് വെച്ചു. ഗൈസ് അങ്ങനെ നമ്മൾ പൊറോട്ടയും കറിയും വന്നിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കാം. ഗൈസ് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. മണി ഇപ്പോൾ 5:18. ഏകദേശം അരമണിക്കൂറൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിതാ വീണ്ടും തിരിച്ച് പുറപ്പെടുകയാണ്. നേരെ പാല അഞ്ചൽ ബൈപ്പാസ് വഴി നേരെ ട്രിവാൻഡ്രം കയറും. 120 രൂപയായി. അനൂപ് ഫുഡ് കഴിച്ചില്ല, ഞാനും ബ്രോയും മാത്രമേ ഫുഡ് കഴിച്ചോളൂ. അവന് ഫുഡൊന്നും വേണമെന്ന് ഫുഡൊന്നും കഴിക്കാൻ വേണ്ട, ഫുഡ് വിശപ്പില്ല കഴിച്ചു. ഓക്കെ, നമ്മളിനി അടുത്ത യാത്ര ആരംഭിക്കുകയാണ്. ഗൈസ് നമ്മളങ്ങനെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വല്ലറ വാട്ടർഫാൾ ഇതാണ്. അപ്പുറത്തെ സൈഡിൽ കിടിലം കോടമുണ്ട്, കാണിച്ചു തരാം. കോടയാണ്, കോട. അടിപൊളി. അവിടെ താഴെയൊക്കെ ഭയങ്കര കുന്നൊക്കെയാണ്. ഇവിടെയൊക്കെ ആനയൊക്കെ ഇറങ്ങും. ഇതാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പോയാൽ ഇതൊക്കെ കാണാൻ പറ്റും. ഒരു ആനയൊക്കെ പോണത്. നമ്മൾ ഇന്നലെ ഇതിലെ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ തിരക്കൊന്നും നല്ല രസമുണ്ട്. അവിടെ നിന്ന് ബസ് മറ്റേ നമ്മുടെ ആന വണ്ടിയൊക്കെ പറഞ്ഞ കാണാൻ ഒരു പ്രത്യേക രസം തന്നെ. അടിപൊളി. ഗൈസ് നമ്മൾ വീണ്ടും വിടവാങ്ങുകയാണ്. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ കുന്നിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി ഒരു 60 കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മുടെ കഴക്കൂട്ടത്തേക്ക്. കഴക്കൂട്ടത്തിൽ നിന്ന് നമ്മളെ വീട്ടിൽ പോകാൻ, എൻ്റെ വീട്ടിൽ പോകാൻ ഒരു 10 കിലോമീറ്റർ ഉണ്ട്. അനൂപിൻ്റെ വീട്ടിൽ പോകാൻ ഒരു 30 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ കഴക്കൂട്ടിട്ടാണ് പോകുന്നത്. സംഭവം എന്ന് വെച്ചാൽ ബ്രോയുടെ വീട് കഴക്കൂട്ടത്താണ് അല്ലേ. നമ്മൾ ദോശയും ചമ്മന്തിയും ഓംപ്ലേറ്റ് ഒക്കെയാണ് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ദോശയൊക്കെ ഇതാ വരുന്നുണ്ട്. ദോശ ഓംപ്ലേറ്റ് വന്നിരിക്കുകയാണ്. ചമ്മന്തി ഉണ്ട്. നമ്മളെ വെള്ളം കൊടുത്തത്. രാത്രി വിശന്നിരിക്കണോണ്ട് എന്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാലും നമുക്ക് ടേസ്റ്റ് ചെയ്തു. ദോശ ചെറിയ പുളിപ്പുണ്ട്. ഓംപ്ലേറ്റ് വെച്ചോ. സൈഡ് ഓംപ്ലേറ്റ് അല്ല, ഹോട്ട് ഓംപ്ലേറ്റ് ആണ്. ഓംപ്ലേറ്റ് നമ്മളപ്പോൾ ബാക്കി കഴിച്ചിട്ട് വരാം. ഗൈസ് അങ്ങനെ 1:30 അപ്പോൾ വീടെത്തി. 350 കിലോമീറ്റർ ഓടി വന്ന് തളർന്നു പോയി ഗൈസ്. അതുകൊണ്ട് ഇന്നലെ ഔട്ട്ഡ്രോ ഒന്നും എടുക്കാൻ പറ്റില്ല. സോ നമ്മുടെ വട്ടവയുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.